Good morning, students. Today we are going to discuss about mechanical behavior of polymers. ഏത് മെറ്റീരിയലിൻ്റെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, പോളിമർ ആയിക്കോട്ടെ, മെറ്റൽ, സെമി കണ്ടക്ടർ, പോളിമേഴ്സ്, ഏത് മെറ്റീരിയലിൻ്റെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ത്രൂ ആയിരിക്കും. അതായത് അതിൻ്റെ മോഡൽസ് ഓഫ് ഇലാസ്റ്റിറ്റി, ഈൽഡ്, ടെൻസിൽ സ്ട്രെങ്ത്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് പോളിമറിക് മെറ്റീരിയൽസ്, സിമ്പിൾ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് നോക്കി നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോളിമറിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോളിമറിനെ ബേസ് ചെയ്ത് നമുക്ക് പറയുവാണെങ്കിൽ പോളിമർ ചില പോളിമേഴ്സ് സ്ട്രോങ് ആയിരിക്കും, മറ്റു ചിലത് നമുക്ക് ഹാർഡായിരിക്കും, ചിലത് ടഫ് മെറ്റീരിയൽസ് ആയിരിക്കാം, സ്റ്റിഫ് മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ തന്നെ ബ്രിറ്റിൽ കാറ്റഗറിയിലുള്ള പോളിമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് കാറ്റഗറിയിലുള്ള പോളിമേഴ്സ് ഉണ്ട്. ഏത് പോളിമേഴ്സും സ്ട്രോങ് ആണോ, ഹാർഡാണോ, ടഫാണോ, സ്റ്റിഫാണോ, അല്ലെങ്കിൽ ബ്രിറ്റിലാണോ, സോഫ്റ്റാണോ, ഇതെല്ലാം അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് മുന്നേ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വെൻ എ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ എ പോളിമറിക് മെറ്റീരിയൽ, ഇറ്റ് അണ്ടർഗോസ് deformation. The applied load is called stress. Stress means force divided by area. That is the applied load. Then it undergoes deformation. അപ്പോൾ deformation എന്ന് പറഞ്ഞാൽ എന്താണ്? So deformation, that is the change in length of the sample during the testing. അതായത് സ്ട്രെസ് കൊടുക്കുമ്പോൾ ലെങ്ത്തിൽ വരുന്ന ചേഞ്ചസ്, ലെങ്ത് ആവാം, ഏത് പ്രോപ്പർട്ടിയാണോ അതിന് വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഡീഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? That is the change in shape of the object when the stress is applied. Stress എന്ന് പറഞ്ഞത് measurable ആയിരിക്കും. It has a definite unit. Then what about strain? Strain is a dimensionless quantity. It has no unit. നമുക്കൊരു പോളിമറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒന്ന് നോക്കാം. സ്ട്രെസ് along y axis, strain along z axis. ഇതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിക്കൽ പാറ്റേണിലായിരിക്കും അതിൻ്റെ ബിഹേവിയർ വരുന്നത്. ഫസ്റ്റത്തെ കേസിൽ സ്ട്രെയിൻ കൂടുമ്പോൾ സ്ട്രെസ് കൂടും, ലീനിയറായിട്ട് കൂടും. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു linear up to a specific range. Okay, that indicates material resistance to the deformation. ഇതിനെ നമുക്ക് ഒരു ഇത്രയും പോർഷനെ നമുക്ക് ഇലാസ്റ്റിക് എന്ന് പറയാം. ഇലാസ്റ്റിക്. ഇതിന് ശേഷം ഇത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് elastic deformation, that is usually instantaneous and recoverable. Instantaneous എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ അതിന് ഡിഫോർമേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിന് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക്, അതായത് അത് റിക്കവർ ചെയ്യുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് സാമ്പിൾ ക്യാൻ റീസ്റ്റോർ ഇറ്റ്സ് ഷേപ്പ് വൺസ് ദ ലോഡ് ഈസ് റിമൂവ്ഡ്. Then what about the plastic deformation? It is time dependent and it is permanent. ഇനി നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇലാസ്റ്റിക് റീജിയൻ എ ടു ബി, ഇലാസ്റ്റിക് റീജിയൻ ഈ ഒരു പോയിന്റ്, അതായത് സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഈ ഒരു പോയിന്റ്, ഇത് നമുക്ക് ഈൽഡ് സ്ട്രെസ് എന്ന് പറയാം. ഈൽഡ് സ്ട്രെസ്. അതിനുശേഷം സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കുറയുന്നു. ഈ ഒരു പോർഷൻ സി ടു ഡി, ഈ ഒരു പോർഷൻ strain increases
without much increase in the stress. ഈ ഒരു പോയിന്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ദ സ്ട്രെസ് ബ്രേക്സ്, അതായത് ആ മെറ്റീരിയൽ സ്ട്രെസ് ഇനി സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ അത് പൊട്ടിപ്പോകും. ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ ബ്രേക്ക് വെൻ ദ സ്ട്രെസ് ഈസ് ഹയസ്റ്റ് ദാൻ ദി ഈൽഡ് സ്ട്രെസ്. അതായത് ഇതിനേക്കാൾ കൂടുതൽ സ്ട്രെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്തു പോകും. ഓക്കെ, ഇതാണ് ഏത് പോളിമറിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫ് ഓരോ പോളിമേഴ്സിനും വ്യത്യാസം ഉണ്ടാകും. അത് നോക്കിയിട്ട് വേണം പോളിമേഴ്സ് സ്ട്രോങ് ആണോ, ഹാർഡാണോ, ടഫാണോ, സ്റ്റിഫാണോ, ബ്രിറ്റിലാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തുമാത്രം ഒരു പോളിമർ സ്ട്രെങ്ത്, ഒരു പോളിമർ എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ടഫ്നെസ് ഉണ്ട് എന്നെല്ലാം ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും. സ്ട്രെങ്ത്, ഇപ്പോൾ സപ്പോസ് സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റ് ഈൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞ പോയിന്റ് ബിയും ഇത് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ് ഈൽഡ് സ്ട്രെസ്സിനേക്കാളും മുകളിലാണെങ്കിൽ ചില മെറ്റീരിയലിന് ഇവിടം വരെ ഉണ്ടാവും, ചില മെറ്റീരിയലിന് ഇവിടെ ഉണ്ടാവും, ചില മെറ്റീരിയൽ താഴെയുമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്, ഈ ഒരു പോയിന്റ് നോക്കിയിട്ടാണ് മെറ്റീരിയൽ സ്ട്രെങ്ത് ആണോ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് ടഫ്നെസ്. എന്തുമാത്രം ആ മെറ്റീരിയൽ ടഫാണ്, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി ടു ബ്രേക്ക് ദ സാമ്പിൾ. അത് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ഇതിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അത് എന്തുമാത്രം ടഫ് മെറ്റീരിയലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ടഫ്നെസ്സും സ്ട്രെങ്ത്തും എന്ന് പറഞ്ഞത് രണ്ട് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ടഫ് മെറ്റീരിയൽ ഈസ് നോട്ട് നെസസറിലി ബി ദി സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ ബിക്കോസ് എ വീക്ക് മെറ്റീരിയൽ വിത്ത് ഹൈ elongation can also absorb lot of energy. So the strength and the tough, they are entirely different. അതേപോലെ തന്നെ മറ്റൊരു ഇത് പറയാം, ഇത് പോളിമർ ബ്രിറ്റിൽ നേച്ചർ ആണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സപ്പോസ് ഇത് ബ്രിറ്റിൽ നേച്ചർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു ലീനിയർ റീജിയൻ, ഇതിൻ്റെ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യങ്സ് മോഡുലസ് എല്ലാം ഈ ഒരു ലീനിയർ റീജിയനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ബ്രിറ്റിലാണെങ്കിൽ ഇതൊരു ഏകദേശം ഒരു 5%, അതായത് സ്ട്രെയിൻ എന്ന് പറഞ്ഞത് നമ്മൾ 5, 10 അങ്ങനെ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 5ക്ക് താഴെയായിരിക്കും ബ്രിറ്റിൽ നേച്ചറുള്ള സാമ്പിൾസ് കിടക്കുന്നത്. ഇനി ആ സ്ഥാനത്ത് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരു 10% വരെ ഇതിൻ്റെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഹൈ റെസിസ്റ്റൻസ് ടു ദ ഡിഫോർമേഷൻ ആൻഡ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് അപ് ടു 5 to 10%. ഒരു 10% നമുക്കത് അലോ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹാർഡ് മെറ്റീരിയൽസ് ഇറ്റ് ഹാസ് ദ ഹൈ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ ബട്ട് ഷോസ് ബോത്ത് ദി ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബിഹേവിയർ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദ സോഫ്റ്റ് മെറ്റീരിയൽ it has low resistance to deformation but shows both the elastic and plastic deformation. Okay, and to identify and to find which one is the strongest and toughest material, one method is the compare the stress at the break, that is this point. ഓക്കെ, ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ടഫ് മെറ്റീരിയലാണ് സ്ട്രോങ് മെറ്റീരിയലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഹാർഡസ്റ്റ് ആണെങ്കിൽ നോക്കാം, ഈ ഒരു ലീനിയർ റീജിയൻ നോക്കാം, അതായത് ഇതിൻ്റെ സ്ലോപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത് ഹാർഡസ്റ്റ് മെറ്റീരിയലാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ബ്രിറ്റിൽനെസ് ആണെങ്കിലോ ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ അറ്റ് ദി ബ്രേക്ക്. ഈ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത് മാത്രം ബ്രിറ്റിലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു റീജിയനിൽ നിന്നാണ് നമുക്ക് യങ്സ് മോഡുലസ്, ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫ്രം ദി ദിസ് ലീനിയർ റീജിയൻ ബൈ ഫൈൻഡിങ് ഔട്ട് ഇറ്റ്സ് സ്ലോപ്പ്. ഈ ഭാഗം കൂടുതലും ഒരു അമോർഫസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഞാനിവിടെ ഒരു
പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു പ്ലാസ്റ്റിക് ഇലോങ്ങേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് നോട്ട്സ് ഫോം ചെയ്യും. അതിനെ നമുക്ക് നെക്ക് എന്ന് പറയാം. അതായത് ഇത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പല പൊസിഷനിലുള്ളത്, അതായത് ഈ ഒരു ഭാഗത്ത്, അതായത് സെപ്പറേഷൻ ഓഫ് ചെയിൻസ് ഇൻ ദ കസിൽ, ഇതിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. സെപ്പറേഷൻ ഓഫ് ചെയിൻസ് ഇൻ ദ കസിൽ ലൈൻ, അതായത് ഈ ഒരു റീജിയനിലായിരിക്കും കിടക്കുന്നത്. അതായത് അവിടെ റീഅറേഞ്ച്മെൻറ്റ്, അതായത് കണ്ടോ, അതിൻ്റെ ചെയിൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു പോർഷൻ ഇവിടെ എല്ലാം ഓരോ നോട്ട്സാണ്. ഇതിനെ നമുക്ക് നെക്ക് എന്ന് പറയാം. ഇവിടെ ഇതിൻ്റെ ഈ പോളിമേഴ്സിൻ്റെ ചെയിൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്യുന്നു. ഇനി കുറച്ചും കൂടി നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ഇത് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ബ്രേക്ക് ചെയ്യപ്പെടും. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ സ്ട്രെയിൻ കൂടുതലാണ് കൊടുത്തതെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നു. അതാണ് ഈ ഒരു പൊസിഷൻ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ റിലാക്സേഷൻ മോഡുലസ് വേഴ്സസ് ടെമ്പറേച്ചർ. ഇനി ആക്ച്വലി ഈ റിലാക്സേഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടൈം ഡിപ്പെൻഡൻറ്റ് ഡിക്രീസ് ഇൻ ദ സ്ട്രെസ് under the constant stress. Okay, that is, it is the time dependent decrease in stress under constant strain. നമുക്കത് നോക്കാം. ടെമ്പറേച്ചർ വേഴ്സസ് റിലാക്സേഷൻ. റിലാക്സേഷൻ, ദിസ് ഈസ് ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ കൊടുക്കും തോറും അതിൻ്റെ റിലാക്സേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പിന്നെ കുറഞ്ഞ് പിന്നെ അത് ഇതായിരിക്കും അതിൻ്റെ ബിഹേവിയർ. ഇതിൻ്റെ ഈ ഒരു റീജിയൻ, ഇത്രയും പോർഷനെ നമുക്ക് ഗ്ലാസി നേച്ചറാണെന്ന് പറയാം. ഇനി ഈ ഒരു സ്ലോപ്പ് ഇത്രയും കാണിക്കുന്ന ഈ റീജിയനെ നമുക്ക് ലെതറി റീജിയൻ. ഓക്കെ, ഇറ്റ് റിട്ടാർഡഡ് ഹൈലി ഇലാസ്റ്റിക് ബിഹേവിയർ. ഈ ഒരു പോർഷനെ നമുക്കൊരു റബ്ബറി നേച്ചറാന്ന് പറയാം. പിന്നെ ഇവിടെ തന്നെ ഒരു റബ്ബറി ഫ്ലോ. ഓക്കെ, അതിനുശേഷം അതൊരു വിസ്കസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ഇത് വേണമെങ്കിൽ ചോദിക്കാം, വിസ്കോ ഇലാസ്റ്റിറ്റി. സപ്പോസ് ദ മെറ്റീരിയൽ എക്സിബിറ്റ്സ് ബോത്ത് ദി ഇലാസ്റ്റിക് ആൻഡ് വിസ്കസ് ഡിഫോർമേഷൻ. ആ ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് വിസ്കോ ഇലാസ്റ്റിറ്റി എന്ന് പറയാം. അതേപോലെ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിക്കവറബിൾ ഡിഫോർമേഷൻ. റബ്ബർ ബാൻഡൊക്കെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. വിസ്കസ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി നോൺ റിക്കവറബിൾ ഡിഫോർമേഷൻ. ഇപ്പോൾ ഫ്ലോ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ദി ഹണി, അതെല്ലാം ഒരു വിസ്കസ് ഡിഫോർമേഷനാണ്. ഇനി അടുത്തൊരു വേറൊരു കാറ്റഗറി വരുന്നുണ്ട്, പോളിമർ ഡിഫോർമേഷൻ. പോളിമർ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷോസ് ബോത്ത് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇലാസ്റ്റിക് ആൻഡ് ദ വിസ്കസ് deformation. Okay, this is the reason why the polymer shows viscoelasticity. That is, the material exhibits both the elastic and viscous deformations. We know that in the case of the metals, there are atoms. Here the nucleus is surrounded by the electrons. But in the case of the water, it includes molecules. Here the atoms joined by bonds. And in the case of the polymers, it has chain. Here the molecules joined
by bonds. And we know that these polymers that are interact through the entanglement, and it shows the time dependent motion. That is, it is in the case of the polymers, it completely related with the chain. And the polymer chain can have the motion at different time scale, from the atomic vibration to full chain diffusion. Here the mobility occurs at different time scale. Diffusion of large segment of chains occurs at much lower speed than the diffusion of small segment. Because of this, polymeric material shows the time dependent motion. We know that in the absence of the external force, the typical forces which are govern the properties of the polymers chains. Some of the forces are chemical bond and intermolecular, segmental mobility, entanglement, crystals, and free volume. These are some of the forces that occurs in the polymers. So the polymeric material that shows the time dependent motion. Due to these forces, the chains in the polymers remains in an entangled state. That is, entanglement എന്ന് പറയുമ്പോൾ they are interconnected and they are continuously collide with each other. And finally, it forms its lowest possible energy states. That is the equilibrium state. Okay. Suppose the polymer is in the equilibrium state, that is in the lowest possible energy states. ചെറിയൊരു external force നമ്മൾ കൊടുക്കുന്നു. സ്വാഭാവികമായും അതിന് ചെറിയൊരു സ്മോൾ deformations സംഭവിക്കുന്നു. ഇനി equilibrium സ്റ്റേറ്റിൽ നിന്ന് മാറി അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അതിനുശേഷം അതിന് ലാർജ് ഡീഫോർമേഷൻ സംഭവിക്കുന്നു. Finally, it goes to the non-equilibrium state. Okay. നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചെറിയൊരു ഡീഫോർമേഷൻസ് സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് നെക്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെയിൻസിന് ഓറിയൻറ്റേഷൻ സംഭവിക്കുന്നു. അത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ലാർജ് ഡീഫോർമേഷൻസ് okay. So it undergoes a small deformation in the case of the external force, and then it enters to the non-equilibrium states. Then so it undergoes large deformations. ഇനി ഇതിൻ്റെ മാക്രോസ്കോപ്പിക് ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു സ്മോൾ ഡിഫോർമേഷൻസ് ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ബോണ്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻസ് എല്ലാം സ്ട്രെയിറ്റൻ ചെയ്യുന്നു. സ്ട്രെയിൻസ് എല്ലാം അത് വലിഞ്ഞു പോകുന്നു. അതിൻ്റെ ബോണ്ടെല്ലാം സ്ട്രെച്ച് ചെയ്യുന്നു. ഒരു സ്പ്രിങ് എങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം റിക്കവറബിൾ ആയിരിക്കും. ചെറിയ ഡിഫോർമേഷൻസ് നടക്കുമ്പോൾ ബോണ്ട് സ്ട്രെച്ച് ചെയ്യാം. അതേപോലെ തന്നെ ചെയിൻസ് സ്ട്രെയിറ്റൻ ചെയ്യാം. ഓക്കെ. ഇനി ലാർജ് ഡിഫോർമേഷൻ കുറച്ചും കൂടി ഫോഴ്സ് കൊടുക്കും തോറും അതിന് ഇറ്റ് അണ്ടർഗോസ് ലാർജ് ഡിഫോർമേഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ചെയിൻ സ്ലിപ്പേജ്.
ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫൈനലി ചെയിൻ ബ്രേക്കിംഗ്. ഇതെല്ലാം റിക്കവറബിൾ അല്ല, പെർമനൻ്റ് ആണ്. സോ ഇറ്റ് അണ്ടർഗോസ് പെർമനൻറ്റ് ചേഞ്ച് ഇൻ ദി മോർഫോളജി ആൻഡ് ഷേപ്പ്. ഈ പ്രോസസ്സ് എല്ലാം ഒരു വിസ്കസിൻ്റെ അണ്ടറിൽ വരും, വിസ്കസ് ഫോഴ്സ്. ബട്ട് ബോൺ സ്ട്രെച്ചിങ്ങും സ്ട്രെയിൻ സ്ട്രെങ്തനിങ്ങും എല്ലാം അതൊരു ഇലാസ്റ്റിക് ആണ്. ഇതെല്ലാം ഈ പ്രോപ്പർട്ടീസ് എല്ലാം റിക്കവറബിൾ ആണ്. ബട്ട് ചെയിൻ എല്ലാം ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ അത് പെർമനൻറ്റ് ഡാമേജ് ആവുന്നു, അതെല്ലാം വിസ്കസിൻ്റെ അണ്ടറിൽ വരും. സോ ദ പോളിമേഴ്സ് എക്സിബിറ്റ്സ് ബോത്ത് ദി elastic property and viscous property. So the polymers, it has the property of viscoelasticity. Okay, അതിനെ നമുക്ക് viscoelastic deformations എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രാക്ചർ ഓഫ് പോളിമേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ മിസലേനിയസ് മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ ഡിഫോർമേഷൻ ഓഫ് സെമി ക്രിസ്റ്റലൈൻ പോളിമേഴ്സ്, എന്താണ് അതിൻ്റെ മെക്കാനിസം, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.